ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് നമ്മളൊരു വേളി യാത്രയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ കുറേ നാളായി വേളിയിലൊക്കെ പോയിട്ട് 10 കൊല്ലമെങ്കിലാവും. അപ്പോൾ ഞാനും കറബിക്കുട്ടിയും അപ്പവും സിജുചേട്ടനും എല്ലാവരും കൂടെ ചേർന്നാണ് വേളിയിൽ പോയത്. അപ്പം കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളടച്ച് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ഓരോ സ്ഥലങ്ങളൊക്കെ കുറച്ച് കാണിക്കാമെന്ന് കരുതി വേളിയിൽ പോയതാണ്. അപ്പം കുറേ നാളായി വേളിയിലൊക്കെ വന്നിട്ട് 10 കൊല്ലമെങ്കിലാവും. അപ്പോൾ വേളിയിലെ വെള്ളത്തിൻ്റെ മുകളിലുള്ള ഒരു പാലത്തിൻ്റെ അതിലേക്കൂടെയാണ് കയറി പോകുന്നത്. അപ്പം നമ്മൾ പാലമൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ ഇവിടെ വടയും ചായയും പിന്നെ ഐസ്ക്രീം അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ട്. എല്ലാ ഇതും ഉണ്ട്, സർബത്ത്. അപ്പം നമ്മളിപ്പോൾ കടൽ കാണാനായിട്ട് പോകാനായിട്ട് പോവുകയാണ്. അപ്പോൾ കറമ്പിക്കുട്ടിക്ക് കടൽ കാണണമെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ സൈഡിലായിട്ടൊരു വിമാനം ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഫോട്ടോ കൂടെ ഫോട്ടോയൊക്കെ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് കരുതി. അപ്പം നല്ല കുട്ടികളെയൊക്കെ കൊണ്ടുപോകാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ നല്ല കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ കൂടുതലും കടലും കായലൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് വീഡിയോയിലെല്ലാം കൂടെ കാണിക്കാൻ കരുതി. അപ്പോൾ ഇനി നമ്മൾ കടലിൻ്റെ അങ്ങോട്ട് പോകാമെന്ന് കരുതി പോവുകയാണ്. ഇവിടെ ഭയങ്കര മണ്ണാണ് കേട്ടോ, നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ല ചൂടും ഉണ്ട്. അപ്പോൾ ഞാൻ കറമ്പിക്കുട്ടിയും കൂടെ കടലിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. കറമ്പിക്കുട്ടിക്ക് കടലിൽ ഇപ്പം തന്നെ ഇറങ്ങണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ കടലിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ ഒരുപാട് ഉപ്പിലിട്ടതും ഐറ്റംസും എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്ന് വെച്ചാൽ കഴിക്കാനായിട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ കളിപ്പാട്ടങ്ങൾ, അങ്ങനെ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കടലിൻ്റെ അങ്ങോട്ടേക്ക് പോവുകയാണ്. വൈകിട്ട് സമയങ്ങളൊക്കെ വരാനാണ് ഏറ്റവും നല്ലത് കേട്ടോ. നമ്മളിവിടെ നിന്ന് രാവിലെയാണ് പോയതും. അപ്പോൾ നല്ല ചൂടൊക്കെയാണ്. ചൂട് സമയമായതുകൊണ്ട് മണലിൽ കൂടെ നടക്കുമ്പോൾ നല്ല മണലൊക്കെ നല്ല ചൂടായിട്ടാണ് തോന്നിക്കുന്നത്. നമുക്ക് നടക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ കടലങ്ങ് ബാക്കിലോട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കടലിൻ്റെ അങ്ങോട്ട് സൈഡിൽ കൂടെ വരുമ്പോൾ നിങ്ങൾ എവിടേക്ക് കണ്ടേക്കാം ഒരുപാട് കടകളും സർബത്ത് കടയും ഒരു ഐസ്ക്രീം കടയും പിന്നെ പാനിപ്പൂരി അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ കുട്ടികളെയൊക്കെ കൊണ്ടുവരുന്നവർക്ക് വാങ്ങിച്ച് കഴിക്കാനും ഇരിക്കാനൊക്കെ പറ്റുന്ന സ്ഥലങ്ങളൊക്കെയാണ്. എല്ലായിടത്തും നല്ല തണൽ ഉള്ള സ്ഥലങ്ങളും ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ നേരെ കടലിലോട്ട് പോവുകയാണ്. പിന്നെ ഉപ്പിലിട്ട മാങ്ങ, നെല്ലിക്ക അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട്. പൈനാപ്പിൾ നമ്മുടെ അടുത്ത് ചോദിച്ച് വേണം. അപ്പോൾ നമ്മളതൊന്നും വാങ്ങിച്ചില്ല. നമ്മളിപ്പം കടലിൻ്റെ അങ്ങോട്ട് പോയി കടലിത്തിരി ഇറങ്ങി കുറച്ച് നേരം ഇറങ്ങി നിന്നിട്ട് വരാമെന്ന് കരുതി. പിന്നെ അങ്ങ് കടലിൻ്റെ അങ്ങോട്ട് പോകുന്നില്ല, ചെറിയ രീതിയിൽ കറമ്പിക്കുട്ടിയെ മാത്രം ഒന്ന് കടൽ കാണിക്കാമെന്ന് കരുതി അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ മണ്ണിൽ കൂടെ നടക്കാൻ വളരെയധികം പാടാണ്. അപ്പോൾ കുട്ടുവാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ കുട്ടു വീഡിയോ എടുക്കുന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഓടിച്ച് കടലിലോട്ട് കൊണ്ടുപോയത്. അപ്പോൾ നമ്മളിവിടെ കടലിൻ്റെ അവിടെ എത്തി. ഞാനും കറമ്പിക്കുട്ടിയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കടലൊക്കെ നല്ല മനോഹരമായ കടലാണ്. അപ്പോൾ നമ്മൾ ഒരു തിരമാല മാത്രം നമ്മളെ കാലിൽ നമ്മൾ കൊണ്ടു. അത് കഴിഞ്ഞ് നമ്മളിങ്ങ് വന്നു. അപ്പം ഞാനും സിജുമോനും എല്ലാവരും ഇങ്ങ് വന്നു. സിജുമോന് കടലിൽ ഇറങ്ങണ പേടിയായതുകൊണ്ട് നമ്മൾ ഇറങ്ങിയില്ല. നമ്മൾ എല്ലാവരും തിരിച്ച് പോവുകയാണ്. അപ്പോൾ തിരിച്ച് നമ്മളങ്ങോട്ട് പോകും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മണലിൽ കൂടെ നടക്കാൻ ഭയങ്കര പാടായതുകൊണ്ട് മേളിൽ കൂടെ കയറി ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിലും മണലുണ്ട് കേട്ടോ. ഭയങ്കര ഇതാണ്. നമ്മൾ കടലിലെ വെള്ളം കൊണ്ടെങ്കിലും നടക്കുമ്പോൾ നല്ല ചൂടുണ്ട്. അപ്പോൾ വൈകിട്ടൊക്കെ കുട്ടികളെയും കൊണ്ട് വരുന്നവർക്കാണെങ്കിൽ വലിയ പാടൊന്നുമില്ല. നമ്മൾ വെയിലും കൂടെയൊക്കെ ആയതുകൊണ്ട് നമ്മൾ ദൂരെ നിന്നൊക്കെയല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ വൈകുന്നേരമൊക്കെ വരാൻ നല്ല ഇതാണ്. അങ്ങനെ നമ്മൾ നല്ലതുപോലെ വേളിയിലെ എല്ലാ ഭാഗവും കണ്ടു. അപ്പം വേളിയിലെ അവിടെ ബിരിയാണി, ചോറ് അങ്ങനെയുള്ള ആഹാര സാധനങ്ങളെല്ലാം പുറത്തും അകത്തൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ചോറ് കഴിച്ചിട്ട് പോയതുകൊണ്ട് നമ്മളൊന്നും വാങ്ങിച്ച് കഴിച്ചില്ല. അവിടെ നിന്ന് വെള്ളം മാത്രമേ വാങ്ങിച്ച് കുടിച്ചോളൂ. അപ്പം നമ്മൾ ഇനി പാർക്കിലോട്ട് പോവുകയാണ്.
കറമ്പിക്കുട്ടിക്ക് മണലിൽ കൂടെ നടക്കാൻ പാടായതുകൊണ്ട് കറമ്പിക്കുട്ടി ഏന്തി നടക്കുകയാണ്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് പോവുകയാണ്. അപ്പം വീഡിയോക്ക് ഇത്ര സ്പീഡ് കൊടുക്കാമെന്ന് കരുതി, അതുകൊണ്ടാണ് സ്പീഡിൽ പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന നിങ്ങൾക്ക് ബോറടിക്കില്ലേ? അങ്ങനെ നമ്മൾ ഫ്രണ്ടിൽ വന്നായിരുന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും തൂക്കുപാലത്തിൽ കൂടെ കയറി. അപ്പം ഇവിടെ 2 പാലമായിട്ടുണ്ട് കേട്ടോ. ഒന്ന് ട്രെയിൻ കണക്ക് ട്രെയിനും പോകുമെന്ന് തോന്നും. അപ്പം നമ്മൾ പിന്നെ ഈ കളിസ്ഥലത്തോട്ട് വന്നായിരുന്നു. അപ്പോൾ കുട്ടികളപ്പോൾ കറമ്പിക്കുട്ടിക്കൊക്കെ കയറി കളിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കൊന്നും ഈ പാർക്കിൻ്റെ അകത്ത് ഇതിൽ കളിക്കാനൊന്നും പറ്റത്തില്ല. അതിന് താഴെയുള്ള കുട്ടികൾക്ക് മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 2-3 ഊഞ്ഞാലൊക്കെ പൊട്ടിയൊക്കെ കിടക്കുന്ന കണ്ടു. അപ്പം നമ്മൾ ഇതിലോട്ട് വേളിയിലെ മുകളിലോട്ട് കറമ്പീനെയും ഊട്ടൂനെയും അപ്പൂനെയൊക്കെ പിടിച്ച് കയറ്റി. അപ്പോൾ അവർക്ക് അവിടെ നിന്ന് താഴോട്ട് ഇങ്ങനെ നിരങ്ങാനായിട്ടുള്ള ഉദ്ദേശത്തിൽ കയറുകയാണ്. അപ്പം ഇവിടെ നിന്ന് താഴോട്ട് നിരങ്ങി പോകാമെന്ന് കരുതി. അപ്പോൾ പണ്ട് നമ്മൾ ഇത് കണക്കൊക്കെ നിരങ്ങുമായിരുന്നു. ഇപ്പോൾ നമുക്കൊന്നും നിരങ്ങാൻ പറ്റില്ല. ഇപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോഴാണ് കുട്ടുവിൻ്റെ ബാക്കിൽ കൂടെ ഒരു കൊച്ചു വന്നതും കൂടെ കണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഇപ്പോൾ ഇതൊക്കെ മതി, നമുക്ക് വീട്ടിൽ പോകണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഈ ഒരു കാഴ്ച ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ഓക്കെ, ബൈ ബൈ. ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പം എല്ലാവർക്കും ഞാൻ ഇപ്പോൾ ഗുഡ് നൈറ്റ് പറയുന്നു. ഓക്കെ, ബൈ ബൈ.